ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ശിവഗിരി വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ശിവഗിരി ഉത്സവമൊക്കെ കഴിഞ്ഞു, കുറേ ദിവസമായി. പക്ഷേ എനിക്കിപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പോൾ കുറച്ച് മടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശിവഗിരി എത്തിയപ്പോൾ മൊത്തം കളർഫുള്ളായിരുന്നു. കാരണം മരങ്ങൾ വരെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ എല്ലാ വർഷവും പോകാറില്ല. ഏതെങ്കിലുമൊക്കെ ഒരു വർഷം നമുക്ക് പോകാൻ പറ്റിയാൽ പോവും. അപ്പോൾ ഞാൻ ഈ വർഷം പോയിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എന്താ പറയുക, ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആദ്യം ചെന്നത് കൊലുസിൻ്റെ സെക്ഷനിലാണ്. കൊലുസ് നല്ല രസമുള്ള കൊലുസുകൾ. അപ്പോൾ 1-2 ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ കുറേ ക്ലിപ്പ്, അത് ഇത് ചപ്പ് ചവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒടുക്കട്ട റേറ്റാണ്. അതിനുശേഷം കമ്മലുണ്ടായിരുന്നു. കമ്മൽ എന്താ പറയുക, പഴയ ലേറ്റസ്റ്റ് മോഡലും ഉണ്ട്, പഴയ മോഡലും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പായിട്ട് ഉള്ള മോഡലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കമ്മലൊന്നും വാങ്ങിച്ചില്ല. മാത്രമല്ല നല്ല റേറ്റ് പറയുന്നുണ്ട് അവർ. എന്താ പറയുക, പിന്നെ എനിക്ക് കുറച്ച് ഭംഗിയായിട്ട് തോന്നിയ ഏറ്റവും ടോപ്പിൽ കിടന്ന ആ ഒരു മാലയാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. പലർക്കും പല റേറ്റാണ് കേട്ടോ പറയുന്നത്. അതിന് ശേഷം ഒരു ബജ്ജി കട, പിന്നെ കുറേ സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അലുവ ഇങ്ങനെ ടിന്നുകളിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മത്സ്യകന്യകയുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് കയറി. ഒരാൾക്ക് 80 രൂപയാണ്. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ കുറേ മീനുകളുണ്ടായിരുന്നു, പല ടൈപ്പിലുള്ള മീനുകൾ. അപ്പം കുഞ്ഞമ്മയ്ക്കൊക്കെ ഇത് കണ്ടാൽ അറിയാം. കാരണം കുഞ്ഞമ്മയ്ക്കൊക്കെ അക്വേറിയം ഉള്ളതുകൊണ്ട് അവർക്ക് മീനുകൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് എല്ലാ വീഡിയോയും പിടിച്ചോ ചിപ്പി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എല്ലാവരെയും വീഡിയോ പിടിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ എന്താ പറയുക, കിളികളെ അറിയാമല്ലോ എല്ലായിടത്തും. പിന്നെ ഇത് കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല, എനിക്ക് പേരൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് തത്തകളെല്ലാം കണ്ടപ്പോൾ ഒരുപോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ പലതും പല ഇനമായിരിക്കാം. പക്ഷേ എനിക്കെല്ലാം ഒരുപോലെയൊക്കെയാണ് തോന്നിയത്. പിന്നെന്താ, അവരെല്ലാം വീഡിയോ പിടിച്ചു. ഇതിനെ കണ്ടപ്പോഴും മറ്റേനെ കണ്ടപ്പോഴും ഒക്കെ എനിക്ക് ഒരുപോലെയാണ് തോന്നിയത്. പിന്നെ ഇതെന്താണെന്നറിയില്ല, ഒരു കോഴി പോലെ ഇരിക്കുന്ന തലയിലൊരു പൂവൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരി ഭയങ്കര ചകഞ്ഞ് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പക്ഷേ എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല, കച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇതും തത്തയാണ്. ഇതും ഒരുപോലെ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുവാണ്. പിന്നെന്താ, ഇത് ഒറ്റപ്പെട്ടൊരു പ്രാവായിരുന്നു, ഇണയില്ലാത്ത പ്രാവായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ചോക്ലേറ്റും അല്ല, അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡുള്ളൊരു പ്രാവ്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതും ഒറ്റപ്പെട്ടിരിക്കുവാണ്. പിന്നെ ഇത് ഒരു നമ്മൾ പാറ്റയൊക്കെ പോലത്തെ എന്തോ ഒരു ഐറ്റമാണ്, എനിക്കറിയാമേ എന്താണെന്ന്. പിന്നെ ഇതറിയാമല്ലോ, നമ്മുടെ തേള് സാധനമാണ്. അതും അനക്കമൊന്നുമില്ല, എല്ലാം സ്റ്റില്ലാണ് കേട്ടോ. അപ്പം പിന്നെ ഇത് അറിയാലോ, തവള. എന്ത് പേരാണെന്നൊന്നും എനിക്കറിയില്ല, ഏതിലെ പെട്ടതാണെന്ന് അറിയില്ല. ഇത് പൂച്ച, നമ്മളെ പേർഷ്യൻ ക്യാറ്റാണ്. പുള്ളിക്കാരൻ നല്ല ഉറക്കമാണ്. പിന്നെ ആമ, ഒരു 3-4 പേരുണ്ടെന്ന് തോന്നുന്നു. അവരും നല്ല സ്റ്റില്ലായിട്ടിരിക്കുകയാണ്, അനങ്ങുന്നില്ല. ഇതും വേറൊരു തവള, അതും അനങ്ങുന്നില്ല. പുള്ളിക്കാരൻ നല്ല തീറ്റയാണ് കേട്ടോ. ആരോ കാണുകയൊന്നും വേണ്ട, എനിക്ക് എൻ്റെ വിശപ്പ വലുതെന്നും പറഞ്ഞ് തിന്നുന്നുണ്ട്. ഒരാൾ കണ്ണും പൊത്തി ഉറങ്ങുന്നുണ്ട്, എനിക്ക് ആരെയും കാണണ്ടാന്ന്. പിന്നെ ഈ ചേട്ടൻ കഴുത്തിൽ പാമ്പിനെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്, പാമ്പുമായിട്ട് ഫോട്ടോ എടുക്കാമെന്ന്. പക്ഷേ എന്തായാലും കൊള്ളാം കാണാനൊക്കെ. ഇത് അറിയാമല്ലോ, മറ്റുള്ള വലിയ തത്ത. പിന്നെ ഇക്വാനയോ അങ്ങനെ എന്തോ സംഭവം. അവരെല്ലാവരും അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആരും അനക്കമില്ല, ശല്യവുമില്ല, ബഹളവും ഇല്ലാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. എനിക്ക് ഈ പാമ്പിനെ കണ്ടിട്ട് നല്ല ഇങ്ങനെ പെരുക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ പിടിച്ചിട്ട് തോളിയിട്ടേക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം ഏതോ ഒരു വർഷം പാമ്പിനെയൊക്കെ തൊട്ടിട്ടുണ്ട്. പിന്നെ തത്തമ്മ നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, ആരെയും മൈൻഡൊന്നും ചെയ്യുന്നില്ല, അവന് വിശക്കുന്നുണ്ടായിരിക്കാം. പിന്നെ കുറച്ച് എലികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് പിന്നെയും തത്ത. പിന്നെ ഒരാൾ എന്നെ ഇങ്ങനെ കൈയാട്ടി വിളിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണെന്ന് എനിക്കറിയില്ല. അടുത്തോട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്നെ ഇവിടുന്ന് രക്ഷിക്കുമോ എടുക്കുമോ എന്തൊക്കെയാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് പേടിയാന്ന് പറഞ്ഞു ഞാൻ ടാറ്റ പറഞ്ഞു. അതിൻ്റെ അപ്പുറത്താണ് മറ്റേ മത്സ്യകന്യക ഉള്ളത്. അപ്പം ഓരോ സെക്ഷൻ ആളുകളെ കടത്തി വിട്ടിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങൾ ചെന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പുതുമയായിട്ട് തോന്നിയില്ല, കാരണം കൊല്ലത്ത് ഇതിന് മുമ്പേ ഇങ്ങനെ മത്സ്യകന്യകയുടെ ഇത് വന്നിട്ടുണ്ടെന്ന്. അപ്പം അത് ഇതിനേക്കാൾ ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു അവിടെ നിന്ന് കുറേ ആളുകളൊക്കെ പറയുന്നതായിട്ട്. പക്ഷേ എന്നാലും ഇത് കഴിവ് തന്നെയാണ്. വെള്ളത്തിൽ ഇത്രയും നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവർ ആ ഒരു ശൈലിയിലും ആ ഒരു ഭംഗിയിലൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ അത് കഴിവ് തന്നെയാണ്. പക്ഷേ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സ്റ്റാളിലോട്ടാണ് പോയത്. സ്റ്റാളിലാണെങ്കിൽ ഒത്തിരി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ
ആകർഷിക്കുന്ന രീതിയിലാണ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ പക്ഷേ നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. ചെല്ലുന്നെങ്കിൽ ഒരു 10,000 15,000 ഒക്കെ കൈ കരുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയ്ക്ക് റേറ്റാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റാളിൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മുതലാക്കാൻ വേണ്ടിയായിരിക്കും അവർ അത്രയും റേറ്റ് പറയുന്നത്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ വാങ്ങിച്ചു, ഞങ്ങൾ കുറച്ച് അച്ചാറിൻ്റെ ഐറ്റമൊക്കെ വാങ്ങിച്ചു. അത് നല്ല അപ്പം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ വീട്ടിൽ ഉപയോഗിക്കാനും അടുക്കള ഉപയോഗിക്കാനും ഉള്ള ഐറ്റംസും എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അച്ചാർ സെക്ഷൻ. അച്ചാറിൽ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പായിപ്പോയി. പിന്നെ ഞാനില്ല വളയം എറിഞ്ഞിട്ട് സാധനങ്ങൾ കിട്ടുമല്ലോ, അത് ചെയ്താണ്. അതിലെനിക്കൊരു ബൂസ്റ്റ് കിട്ടി. പക്ഷെ എന്നാലും ചെറിയൊരു നഷ്ടമുണ്ട്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറകിൽ കൂടെ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ആ ഏരിയ കൂടെ ഇറങ്ങി വന്നു. പക്ഷേ ഇതെല്ലാം പഴയ സ്റ്റോക്കാണെന്ന് തോന്നുന്നു, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം 2ാമത്തെ ദിവസം ഞങ്ങൾ വീണ്ടും പോയപ്പോഴാണ് ഈ ഒരു സംഭവത്തിലൊക്കെ കയറിയത്. ആദ്യം പോയത് എൻ്റെ കുഞ്ഞമ്മയും മൂത്ത അണ്ണനുമായിട്ടൊക്കെ ആയിരുന്നു. 2ാമത്തെ ദിവസം എൻ്റെ ഇളയ അണ്ണനുമായിട്ടും അമ്മയൊക്കെ ആയിട്ട് പോയി. അന്ന് ഇതിലൊന്നും കയറാൻ പറ്റിയില്ല. 2ാമത്തെ ദിവസം പോയപ്പോൾ ഇതിലൊക്കെ ഞാൻ കയറിയില്ല, എൻ്റെ മോളും എല്ലാവരും കയറി. അപ്പോൾ ഇതാണ് എൻ്റെ ശിവഗിരി വിശേഷം. ബൈ ബൈ.